ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇത് കണ്ടില്ലേ ഞങ്ങൾക്കിവിടെ ലിഡിലിൽ ക്രിസ്മസിനും അങ്ങനെ ഇവിടുത്തെ എന്തോ ഫെസ്റ്റിവലിനൊക്കെ എന്തോ കുറഞ്ഞ പൈസയ്ക്ക് ക്യാരറ്റൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കുറഞ്ഞ ഓഫറിന് കുറച്ച് ക്യാരറ്റ് കിട്ടി. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ട് ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അത്രയും ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. നെയ്യ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി, ബദാം, പിന്നെ കശുവണ്ടി, പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഹോൾ മിൽക്ക് എടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വാനില എസൻസും കൂടെ ചേർക്കാം. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഏലക്കയുടെ പൊടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഏലക്ക ഇത് പൊടിയായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തോട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലേ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാം കേട്ടോ. ഞാൻ ക്യാരറ്റ് ഹൽവ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത്രയും ക്യാരറ്റ് മേടിച്ചിട്ട് നമുക്ക് കറി മാത്രം വെച്ചാൽ അത് തീരത്തില്ലല്ലോ. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി കണ്ടോ കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷെ നന്നായിട്ട് വന്നു കേട്ടോ. ഞാൻ പകുതി വേവിച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ആട്ടോ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഷുഗറിനും കൂടെ നന്നായിട്ട് അതിനെ യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു 3/4 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാം കേട്ടോ. ഇതേ പാല് നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് നാം വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട്. ഈ പാൽ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി എന്നൊരു ഫീൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 6 ഏലക്കയും നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതിൻ്റെ പൊടി മാത്രം, പിന്നെ ഒരു 4-5 തുള്ളി വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പാലൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.